ഏഷ്യാനെറ്റിന്റെ ചാനൽ ചർച്ചയിൽ ഇന്നലെ ഒരു വൻ അക്കിടി പറ്റിയിട്ടുണ്ട്. അക്കിടി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ മുതലാളി എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, എങ്ങനെയും നമ്മുടെ തന്ത്രിയെ വെള്ളപൂശി എടുത്തുകൊണ്ട് വരണം. കാര്യം യോഗക്ഷേമ സഭ എന്ന് പറയുന്ന ഒരു വോട്ട് ബാങ്ക് നമ്മുടെ പോക്കറ്റിൽ ഇരിക്കുകയാണ്. സംഘപരിവാറുകാരുടെ ഒരു പരസ്യ പിന്തുണക്കാരാണ്. അപ്പോൾ അങ്ങനെയുള്ള വിഭാഗക്കാർക്ക് ആകെ അസംതൃപ്തി ഉണ്ടായതിന്റെ പശ്ചാത്തലത്തിൽ ഇന്നുൾപ്പെടെ രാജീവ് ചന്ദ്രശേഖർ നിരന്നു നിന്ന് തന്ത്രിയെ പ്രതിരോധിക്കുന്ന കാഴ്ച നമ്മൾ കാണുകയാണ്. അതോടൊപ്പം തന്നെ ഹിന്ദു സംഘടനകളും. ആ സന്ദർഭത്തിലാണ് കഴിഞ്ഞ ദിവസം രാത്രി തന്ത്രിയെക്കുറിച്ചുള്ള ഈ ചർച്ച ഏഷ്യാനെറ്റിൽ സംഘടിപ്പിച്ചത്. അതിൽ ശില്പി എന്ന പേരിൽ ഒരു വ്യക്തിയെ, ശബരിമലയിലെ വിഗ്രഹങ്ങൾ ഉണ്ടാക്കിയ ശില്പി എന്നുള്ള നിലയ്ക്ക് ആളുടെ പേര് ഞാൻ അതിൽ ശ്രദ്ധിച്ചില്ല, ആ വ്യക്തിയെ അതിൽ അതിഥിയായിട്ട് വിളിച്ചിരുത്തി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കാൻ ഒരു അവസരം കൊടുത്തു. അണ്ണാക്കിലോട്ടൊരു പിസ്റ്റൺ വെച്ച് വെടിവെച്ചു കൊടുത്താൽ എങ്ങനെയിരിക്കും? അതാണ് അവസ്ഥ. കാര്യം ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖർ ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന സമരത്തിന് എന്താണ് മറുപടി എന്ന് ആ ചർച്ചയിലെ ശില്പി എന്നുള്ള നിലയ്ക്ക് കൊണ്ടുവന്ന അതിഥിയുടെ പ്രതികരണം മാത്രം കേട്ടാൽ നിങ്ങൾക്ക് കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായി ബോധ്യപ്പെടും. എന്താണ് ശബരിമലയിൽ സംഭവിച്ചതെന്നും ഇത്രയും കാലം അത് കണ്ടതും മനസ്സിലാക്കിയ വ്യക്തി എന്നുള്ള നിലയ്ക്ക് അദ്ദേഹം പറഞ്ഞ അഭിപ്രായത്തെ നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞാൽ ശബരിമലയുമായി ബന്ധപ്പെട്ട് ഇപ്പോഴത്തെ സംഭവവികാസത്തിന്റെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള ഒരു പിക്ചർ നിങ്ങൾക്ക് കിട്ടും. അയ്യപ്പന്റെ ജന്മനക്ഷത്രമാണ്, ഉത്തര നക്ഷത്രമാണ്. ഇന്ന് തന്ത്രി ജയിലിൽ കിടക്കുന്നെങ്കിൽ, മകരവിളക്കിന് ഏതാനും മണിക്കൂറുകളോടൊപ്പം ജയിലിൽ കിടക്കുന്നെങ്കിൽ അദ്ദേഹം തീർച്ചയായിട്ടും കുറ്റക്കാരനാണ്. അല്ലെങ്കിൽ അദ്ദേഹം ഒരിക്കലും അങ്ങനെ വരില്ല. പിന്നെ ഇവിടെ നേരത്തെ ശ്രീ പണിക്കർ സൂചിപ്പിച്ചതുപോലെ ഈ രണ്ടു തരം അഡ്മിനിസ്ട്രേഷൻ, അതായത് ഭരണപരമായ കാര്യങ്ങൾ ദേവസ്വം ബോർഡും ആചാരപരമായ കാര്യങ്ങൾ തന്ത്രിയും ചെയ്യുന്നു എന്ന് നമ്മൾ സൂചിപ്പിച്ചപ്പം അതിനകത്ത് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ പറഞ്ഞ എല്ലാ നിർമ്മാണ പ്രവർത്തനങ്ങളും ആരംഭിക്കുന്നത് തന്ത്രിയിൽ നിന്നാണ്. അതായത് ഇന്നത് കേടായി, ഇന്നതിനകത്ത് പണി വേണം, അല്ലെ ഇന്നത് ചെയ്യണം, എന്റെ വാതിലിൽ കൂടെ അയ്യപ്പന്റെ വാതിലിൽ കൂടെ എലി കയറുന്നു, അല്ലെ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ തുടക്കം അവിടെയാണ്. അല്ലാതെ ദേവസ്വം ബോർഡിന്റെ ഉദ്യോഗസ്ഥർക്ക് അറിയില്ല, അതായത് അവിടെ ഇപ്പം നമ്മുടെ ഇതിനകത്ത് സ്വർണത്തിന്റെ കളർ പോയോ, അല്ലെങ്കിൽ എന്താ പറയുന്ന മറ്റവർക്ക്, അങ്ങനത്തെ ആൾക്കാർക്ക് അറിയാൻ പറ്റില്ല. തന്ത്രിയിൽ നിന്നാണ് ഈ ഒരു ശ്രീകോവിലുമായിട്ട് ബന്ധപ്പെട്ട നിർമ്മാണ പ്രവർത്തനങ്ങൾ, അത് വിഗ്രഹത്തിന്റെ കേടുപാടാണേലും കൊടിമരത്തിന്റെ കേടുപാട് ഔറും ഭരിച്ചു എന്നൊക്കെ പറയുന്നത്, അപ്പൊ എല്ലാ കാര്യങ്ങളും അവിടെ നിന്നാണ് തുടക്കം. പിന്നെയാണ് അതിന്റെ സാങ്കത്യത്തിലേക്ക് അല്ലെ അഡ്മിനിസ്ട്രേറ്റീവ് രീതിയിലോട്ട് വരിക. പിന്നെ നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത്, ദേവസ്വം ബോർഡിന് മരാമത്ത് വിഭാഗം എന്നും പറഞ്ഞൊരു വിഭാഗമുണ്ട്. എന്ത് നിർമ്മാണ പ്രവർത്തനം വന്നാലും അവർക്കൊരു ഫോർമാറ്റ് ഉണ്ട്. അതായത് ആദ്യം ഇതിനകത്തൊരു എസ്റ്റിമേറ്റ് ഉണ്ടാക്കും, ആ വർക്കിന് എത്ര രൂപ വരും ചെയ്യാനുള്ള. അതിലൊരു ടെൻഡറിംഗ് ഉണ്ട്, അതിനൊരു ബിഡ് നടന്നിട്ട് ആ ബിഡിൽ ഒരു കരാറുകാരൻ അത് എടുത്തിട്ടാണ് പണി ചെയ്യുന്നത്. അങ്ങനെയാണ് അതിന്റെ ഒരു ഫോർമാറ്റ്. ഇവർ ചെയ്യുന്നത് ഇതിനെ രണ്ടിനെയും ബൈപ്പാസ് ചെയ്തിട്ട് ഇവരൊരു സ്പോൺസറെ കൊണ്ടങ്ങോട്ട് ഇറക്കുകയാണ്. അതായത് ആദ്യം ഈ സ്പോൺസറാ വരുന്നത്. ഈ സ്പോൺസർ അങ്ങോട്ട് വന്നിട്ട് ഞാൻ എന്തെങ്കിലും ചെയ്യാം, എന്ത് ചെയ്യണം, അപ്പൊ തന്ത്രി അദ്ദേഹം പറയുന്നത് അവരുടെ റൂമിൽ ഒരു പ്രത്യേക 2 റൂം ഇവരോട് ചേർന്ന് ക്ഷേത്രത്തിനോട് ചേർന്ന് തന്നെയാണ്.